ഇവിടെ പ്രേക്ഷകരെ, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ഇടപെടാമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്നും കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന് ബോധ്യമുണ്ടെന്നും കേരള എംപിമാരുടെ സംഘത്തോട് ഷാ പറഞ്ഞിരിക്കുന്നു. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകാമെന്നും അമിത്ഷാ പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അവിടുത്തെ സർക്കാരുമായി സംസാരിച്ചു. ഇതിനകത്ത് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കാം ഏതെങ്കിലും ഒരു കേസിലേക്ക് പോയത്. ഏതൊക്കെയാലും ഉടനടി ഇതിനൊരു മോചനം ഉണ്ടാകും എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷേ അത് പറയുമ്പോഴും നമുക്കൊരു കാര്യം, ബെയിൽ കിട്ടിയാൽ മാത്രം പോരാ, അതിൻ്റെ മുഴുവൻ FIR വരെ നമുക്ക് അത് സ്ക്വാഷ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റും, അടുത്ത നിയമ ഇതിൻ്റെ ഈ വഴിയിൽ കൂടെ ഇവരെ വലിച്ചിറക്കിക്കൊണ്ട് പോകും. അപ്പോൾ അതും ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഏതൊക്കെയാലും കാത്തിരിക്കാം, നമുക്ക് ഒരു നല്ല വാർത്ത കിട്ടട്ടെ. ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു, നൺസ് ആർ ഇന്നസെന്റ്, അവർ നിരപരാധികളാണ്. ആ നിരപരാധികളായവരെ പീഡിപ്പിക്കുന്നു, അവരെ ഹരാസ് ചെയ്യാൻ പാടില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഈ കേസ് NIA കോടതിയിലേക്ക് വിട്ടത് നടപടിക്രമങ്ങളുടെ ലംഘനമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ, സംസ്ഥാന ഗവൺമെന്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റാണ് അന്തിമ അനുമതി കൊടുക്കേണ്ടത് NIA കോടതിയിലേക്ക് കേസ് റെഫർ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. ആ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ഏകപക്ഷീയമായി കേസ് വിട്ട നടപടി ശരിയല്ല. FIR റദ്ദു ചെയ്യണമെന്ന ആവശ്യം, ഈ അകാരണമായി കേസെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ അന്വേഷണം, അതിന്മേലുള്ള നടപടിക്രമങ്ങൾ, അവരെ ആക്രമിച്ചവർക്കെതിരായിട്ടുള്ള നടപടി, ഇവരുടെ ജയിൽ വിമോചനം, ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്നത് അടക്കമുള്ള വിഷയങ്ങൾ ഗൗരവതലത്തിൽ ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ AICCയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം, അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞു. സുജിത് ചന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്ക് ചേരുന്നത്. സുജിത്ത്, അമിത്ഷായുടെ ഈ ഉറപ്പ് ഏതൊക്കെ തരത്തിലാകും കന്യാസ്ത്രീകൾക്ക് ഇതിൽ ഗുണകരമായി ഭവിക്കുക? കാരണം ഇപ്പോൾ നാളെ കോടതിയെ സമീപിക്കാൻ പോവുകയാണ്, ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് കന്യാസ്ത്രീകൾ. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതിയെ സമീപിച്ചപ്പോഴും ഇതിൽ ഇടപെടുന്നതിന് പരിമിതി ഉണ്ടെന്ന് പറഞ്ഞ കേസ് പരിഗണിച്ചിരുന്നില്ല. നിയമപോരാട്ടത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെയാകും അമിത്ഷായുടെ വാക്കുകൾ കന്യാസ്ത്രീകൾക്ക് ഗുണകരമായി ഭവിക്കുക? സേതു, കഴിഞ്ഞ ഒരാഴ്ചയായി, ഇന്നിപ്പോൾ 7ാമത്തെ ദിവസമാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ മേരി അവർ രണ്ടുപേരും ജയിലിൽ കിടക്കുന്നത്. ഈ കഴിഞ്ഞ 7 ദിവസവും കേരളത്തിൻ്റെ സാമൂഹിക മതേതര മനസാക്ഷിയെ അലട്ടിക്കൊണ്ടിരുന്നൊരു പ്രശ്നമായിരുന്നു അത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ സേതു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ദുർഗ് സെഷൻസ് കോടതിയിലേക്ക് പോയപ്പോഴുണ്ടായ ഒരു സാഹചര്യം ആവില്ല ഇനിയെന്ന് വേണം പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ. ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ MPമാരുടെ സംഘത്തോട് LDF സംഘവും UDF സംഘവും പ്രത്യേകം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി. അദ്ദേഹം കൊടുത്ത ഉറപ്പ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടും എന്ന് തന്നെയാണ്. അപ്പോൾ അതായത് ഛത്തീസ്ഗഡ് സർക്കാരിന് നിർദ്ദേശം കൊടുക്കാൻ പോകുന്നു, ഈ വിഷയത്തിൽ ഇനി ജാമ്യാപേക്ഷയെ എതിർക്കരുത്. മാത്രമല്ല NIA കോടതിയിലേക്ക് മാറ്റിയ കേസ് അവിടെ നിന്ന് വിടുതൽ എടുത്ത് വീണ്ടും സെഷൻസ് കോർട്ടിലേക്ക് വരികയും അവിടെ ഈ ജാമ്യാപേക്ഷ വരുമ്പോൾ ജാമ്യാപേക്ഷ എതിർക്കാതിരിക്കുകയും ഒരുപക്ഷെ അനുകൂലിക്കുകയും ചെയ്യുന്ന നിലപാടെടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആ ഉറപ്പ് നമ്മുടെ MPമാർക്കും നൽകി. അതാണ് LDF UDF സംഘങ്ങൾ പ്രത്യേകം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വന്ന് വിശദീകരിച്ചത്. കഴിഞ്ഞ 7 ദിവസമായി ഈ ഒരു വിഷയം ഈ രൂപത്തിൽ തുടരുന്നതിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ടതിനൊരു കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ BJPയും ക്രൈസ്തവ സഭകളുമായി അടുത്തു വരുന്ന, ഇതൊരു ഇലക്ഷൻ ഇയർ കൂടിയാണ്, അടുത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ സമയത്ത് തന്നെ ഛത്തീസ്ഗഡ് സർക്കാർ BJP ഭരിക്കുന്നതാണ്. അവിടെ അവർ പല കാരണങ്ങൾ കൊണ്ട് പ്രാഥമികമായി എതിർക്കുന്ന ഗ്രൂപ്പുകളിലൊന്നാണ് അവിടുത്തെ ക്രിസ്ത്യൻ മിഷണറി സംഘങ്ങൾ. അതുകൊണ്ട് ഈ രണ്ട് സംസ്ഥാനത്തെയും BJP ഘടകങ്ങളുടേത് രണ്ട് താല്പര്യമാണ്. കേരളത്തിലെ BJP ഘടകത്തിൽ നിന്നുള്ള പ്രതിനിധികൾ നേരിട്ട് ഛത്തീസ്ഗഡിലെത്തി ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അതേസമയം തന്നെ കേരളത്തിൽ സംഘപരിവാർ ഗ്രൂപ്പുകൾക്കുള്ളിൽ വിവിധ സംഘടനകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് വേറെ കാര്യം തന്നെ. LDFും UDFും ശ്രമിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങളൊട്ടാകെ, നമ്മൾ ന്യൂസ് മലയാളം അടക്കം, മറ്റ് ദൃശ്യ മാധ്യമങ്ങളടക്കം, പത്രങ്ങളടക്കം എല്ലാവരുടെയും പ്രതിനിധികൾ ഛത്തീസ്ഗഡിലുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ള കാര്യം ഛത്തീസ്ഗഡ് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഇന്ന് രാവിലെയും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞത് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ന്യായമാണ്, നിയമം
നിയമത്തിൻ്റെ വഴിക്ക് പോകും, ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നും മറ്റുമാണ്. അവിടുത്തെ കോൺഗ്രസ് ആകട്ടെ അവരും ഈ ഭൂപേഷ് സിംഗ് ബാഗേലടക്കം ഒരു ഖണ്ഡിതമായ നിലപാട് അനുകൂലമായി പലപ്പോഴും പറയുന്നില്ല. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് ഈ ദുർഗ് ജയിൽ സന്ദർശിച്ചതിന് ശേഷം പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞത്, ഞാൻ കന്യാസ്ത്രീകളെ കാണാൻ വന്നതല്ല, ഇവിടെ ജയിലിൽ കഴിയുന്ന പാർട്ടി പ്രവർത്തകരെ കാണാൻ വന്നതാണെന്നാണ്. പക്ഷേ ഇതിൽ ഈ കേരള എംപിമാരുടെ ശക്തമായ സമ്മർദ്ദം, അതേപോലെ തന്നെ കേരള BJP ഘടകം കേന്ദ്ര നേതൃത്വവുമായി സംസാരിച്ചതിൽ നിന്ന് ഇവിടുത്തെ BJPക്ക് സഭാ നേതൃത്വവും KCBCയും ഒക്കെ അവർക്കെതിരെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തെരുവിലാണ്. വളരെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. ക്രിസ്മസ് സമയത്ത് ഈ ക്രിസ്മസ് കേക്കുമായും മറ്റും പള്ളിമേടകളിലേക്കും ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്കും കയറി വരുന്ന ഇവരെ വിശ്വസിക്കരുതെന്ന് പറയുന്നത് വിവിധ സഭാ മേലധ്യക്ഷന്മാരാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു മുറിവുണക്കൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് റാഫേൽ തട്ടീലിനെ അടക്കം കാണാൻ ഇന്ന് കേരള BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നു. അങ്ങനെ ആകെ ഒരു കോക്ടെയിൽ ആയിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു അവസരത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കേരളം BJP പ്രധാനമായി അവരുടെ ഒരു ശക്തി തെളിയിക്കാൻ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഈ സമയത്ത് ക്രിസ്ത്യൻ സഭകളെ ഒന്നാകെ പിണക്കുന്നത് മോശമായത് അവർ തിരിച്ചറിഞ്ഞത് ഈ ഒരു 6-7 ദിവസത്തിന് ശേഷമായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയും നിലപാടിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ ഒരുപക്ഷെ കൈവിട്ടു പോകും എന്നൊരു തിരിച്ചറിവ് ഒരുപക്ഷെ കേന്ദ്രത്തിന് പോലും വന്നിരിക്കാം. കാരണം ഇനിയിപ്പോൾ കേരളം വലിയ തിരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പോവുകയാണ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെയൊക്കെ ഇനിയും ഇത്തരത്തിൽ മുറിവേൽപ്പിക്കുന്നതും അവർക്കൊപ്പമല്ല ഒരു പ്രതീതി പരത്തുന്നതുമൊക്കെ വലിയ വീഴ്ചയും വലിയ ചോർച്ചയും ഒക്കെ ഉണ്ടാക്കാമെന്നൊരു തിരിച്ചറിവിൻ്റെ കൂടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോഴത്തെ നിലപാടല്ലേ? അതെ, 4-5 ദിവസം വൈകിയെങ്കിലും ആ നിലപാടിലേക്ക് എത്തിയതിൽ നമുക്ക് ഈ ഒരു കേരളത്തിലെ ഈ കന്യാസ്ത്രീകളുടെ മോചനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സന്തോഷിക്കാം. അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും കന്യാസ്ത്രീകളുടെ മോചനം ഏതാണ്ട് സാധ്യമാകുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. പക്ഷേ ആ തീരുമാനം അവർക്ക് എടുക്കുന്നത് എളുപ്പമായിരുന്നില്ല. കാര്യം ബജ്രംഗ് ദൾ അടക്കമുള്ള സംഘപരിവാർ കക്ഷികൾ സുപ്രീം കോടതി വരെ പോയാലും ഈ കന്യാസ്ത്രീകളെ മോചിപ്പിക്കില്ല, അതിനുവേണ്ടി നിയമയുദ്ധം നടത്തും എന്ന് ഇന്നടക്കം കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളോട് നമ്മളോടടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ BJP സർക്കാർ ശക്തമായി ഈ മോചനത്തിനെതിരെ നിലപാടെടുക്കുകയായിരുന്നു. അവരെ കൂടി കൺവിൻസ് ചെയ്തുകൊണ്ട് ഏതായാലും ഈ നിലപാടിലേക്ക് വൈകിയെങ്കിലും എത്തിച്ചേർന്നതിൽ 7 ദിവസം അവർ ജയിലിൽ കഴിയേണ്ടി വന്നു. എങ്കിലും ഇന്നോ നാളെയോ അല്ലെങ്കിൽ പരമാവധി നാളെയെങ്കിലും മോചനം സാധ്യമാകുമെന്ന് നമുക്ക് ആശിക്കാം. സേതു, ഓക്കെ സുജിത്ത്, അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. എന്താണെങ്കിലും ഈ വിഷയത്തിൽ 2 കന്യാസ്ത്രീകൾക്കും അവരുടെ നീതി നിഷേധിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനിയിപ്പോൾ നാളെ ഈ ജാമ്യം ലഭിച്ചാൽ പോലും കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവർ ആ ജയിലിൽ ഒരു തെറ്റും ചെയ്യാതെ കിടന്നിട്ടുണ്ട് എങ്കിൽ അത് ആ തിരുവസ്ത്രത്തോടുള്ള അവരോടുള്ള നീതി നിഷേധം തന്നെയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുജിത് ചന്ദ്രൻ.